എപ്പോഴും പറയുന്നൊരു കാര്യം ലീഗുമായി ബന്ധപ്പെട്ട് ലീഗിന് എത്ര മന്ത്രിസ്ഥാനം എപ്പോഴും പറയുന്നൊരു ചർച്ചയാണല്ലോ. അപ്പോൾ 26% വരുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയില്ലേ ലീഗിന്? അല്ല, അവരങ്ങനത്തെ ഒന്നും ഒരു ഡിമാൻഡും വയ്ക്കില്ല. ഞാനൊരു രസകരമായിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ ഭയങ്കര വാർത്ത വന്ന് ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കും, ലീഗ് 30 സീറ്റ് ചോദിക്കും, 35 സീറ്റ് ചോദിക്കും എന്ന് പറഞ്ഞു. ലീഗ് സീറ്റ് ചോദിക്കും. ഞങ്ങൾ തമ്മിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധം അറിയാത്തവരാ. ഇവർ ലീഗിൻ്റെ പുറകെ നടന്നു കുറേ നാൾ ഇല്ലേ. ലീഗ് ജനാധിപത്യ പാർട്ടിയാണ്, ലീഗ് മതേതര പാർട്ടിയാണെന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഒരു ദിവസം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വയനാട് വെച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു UDF നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDF പോകാൻ ഒരു കാരണം പോലും ഇല്ലയെന്ന് പറഞ്ഞു. ക്ലിയറായി. അന്ന് മുതൽ ഈ മതേതര പാർട്ടിയും ജനാധിപത്യ പാർട്ടിയൊക്കെ മാറിയിട്ട് വർഗീയ പാർട്ടിയായി മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവർ അറ്റാക്ക് ചെയ്യുകയാണ്. മനസ്സിലായേ? അപ്പോൾ സീറ്റ് ചോദിച്ചപ്പോൾ സീറ്റ് ചോദിക്കും കൂടുതലെന്ന് വെച്ചു. അവർ ഒരു സീറ്റ് പോലും കൂടുതൽ ചോദിച്ചില്ല. ഒരു സീറ്റ് പോലും കൂടുതൽ ചോദിച്ചില്ല. ഉള്ള സീറ്റ് അവർക്ക് നിലനിർത്തണമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ കോൺഗ്രസ് സമ്മതിക്കും. ഉള്ള സീറ്റ് നിലനിർത്തണ്ടേ എല്ലാവർക്കും? പരമാവധി എല്ലാവരും ശ്രമിക്കില്ലേ സീറ്റ് നിലനിർത്താൻ? ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യും. ഒരു സീറ്റ് പോലും ചോദിച്ചില്ല. വെറുതെ ക്യാമ്പയിനാണ്. അവരൊരു ഉപമുഖ്യമന്ത്രി പദവും ചോദിച്ചിട്ടില്ല, സീറ്റും ചോദിച്ചില്ല. ലീഗ് ഒരു കാര്യത്തിലും അനാവശ്യമായൊരു സമ്മർദ്ദം ചെലുത്താറില്ല. ഇപ്പോഴത്തെ UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ടീം UDF എന്നാണ് പറയുന്നത്. അത്രയും സ്പിരിറ്റാണ്. ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അസംബ്ലി പോലും ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തോട്ട് UDF പണ്ടൊക്കെ മലപ്പുറം ജില്ലയിലൊക്കെ 10-30 പഞ്ചായത്ത് CPM ലീഗും അല്ലെങ്കിൽ CPM കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പാർ മുന്നണിയാണ്. കേരളത്തിൽ ഒരൊറ്റ പഞ്ചായത്തിൽ പോലും UDF ഒരു തർക്കമില്ല. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള യൂണിറ്റിയാണ്. UDF ഒരു പാർട്ടിയെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ചെറിയ പാർട്ടികളും വലിയ പാർട്ടികളും ഒക്കെ തമ്മിൽ ഭയങ്കരമായ ബന്ധമാണ്. വേറൊരു അതൊന്നും ആരും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറില്ല. മുന്നണിക്ക് പുറത്തെ പിന്തുണയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഓരോ സമയത്ത് ഓരോരുത്തരെ പിന്തുണച്ചു എന്നുള്ള കാര്യം നേരത്തെ ഇടതുപക്ഷത്തെ പിന്തുണച്ചു അങ്ങ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കും എന്നിങ്ങനെ ഉറപ്പിച്ച് എല്ലായിടത്തും പറയുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? അവർ പിന്തുണച്ചോട്ടെ, അത് അവരുടെ നിലപാടാണ് എന്ന രൂപത്തിൽ കാണാതെ അവർ പിന്തുണ സ്വീകരിക്കും എന്ന് പറയുന്നതിൻ്റെ ചോദിച്ചാൽ പറയണ്ടേ? പിന്തുണ സ്വീകരിക്കുക എന്ന് ചോദിച്ചു. സ്വീകരിക്കുമെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ലല്ലോ. അവർ ഞങ്ങളുടെ മുന്നണിയിലെ ഭാഗമല്ല, അവർ ഞങ്ങളുടെ അസോസിയേറ്റ് മെമ്പറല്ല, അവർ പുറത്തുനിന്ന് നിൽക്കുന്നു ഞങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു. അവരുടെ പിന്തുണ സ്വീകരിക്കാമെന്ന് ചോദിച്ചപ്പോൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് അവരുമായിട്ടൊരു ചർച്ച നടത്തുകയോ അവരുമായിട്ടൊരു ബന്ധപ്പെടുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അത് ഇവർ ഊതി വീർപ്പിക്കുകയാണ്. CPM ഒരു ഇരട്ടത്താപ്പാണ്. പക്ഷെ അതിൽ CPM മാത്രമല്ല സമസ്തയ്ക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അല്ല, അത് നമുക്കിപ്പോൾ സമസ്ത നമ്മുടെ മുന്നണിയിലെ കക്ഷികളല്ലല്ലോ, അതുണ്ടാവുന്നേ. അതിപ്പോൾ ഒരേ സമുദായത്തിൽ തന്നെയുള്ള പലപ്പോഴും ഇല്ലെങ്കിൽ സമസ്ത എന്ന് പറഞ്ഞ് വേറൊരു സംഘടനയും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ് വേറെ സംഘടനയും വേണ്ടല്ലോ. എല്ലാവരും കൂടി ഒരുമിച്ചാണെങ്കിൽ അല്ലല്ലോ. അതൊക്കെ ഓരോ സംഘടനയും ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ ലക്ഷ്യവും ഓരോ ആശയവും വെച്ചിട്ടാണ്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഒറ്റ കാര്യം ഞങ്ങളൊന്നും പറയില്ല. അവർ ഞങ്ങളെ പിന്തുണച്ചപ്പോൾ ശരി, പിന്തുണ സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ബന്ധവുമില്ല. അത് പിന്നെ ഇങ്ങനെ ഊതി വീർപ്പിച്ച് അത് കമ്മ്യൂണലാക്കാൻ നോക്കാം. നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ലീഗിനെതിരെ ഭയങ്കര വിമർശനം. ലീഗിനെതിരെയാണോ ആ വിമർശനം? അല്ല, അത് വിഷയം കമ്മ്യൂണലാക്കാൻ നോക്കുക. CPM ബുദ്ധിയാണ്. ഞാനൊരു മറുചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായി ഇല്ലാതായി എന്ന് വെച്ചു, ദുർബലമായെന്ന് വിചാരിച്ചു. ആ സ്പേസ് ആരും കൊണ്ടുപോകും? ഞാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടാണ് എൻ്റെ ചോദ്യം. ആ സ്പേസ് തീവ്രപക്ഷ നിലപാടുകളുള്ള ആളുകൾ കൊണ്ടുപോകും. അതുകൊണ്ട് കേരളം പിന്നെ ഉണ്ടാവുമോ? ഞാൻ ലീഗിൻ്റെ സാന്നിധ്യവും ലീഗിൻ്റെ ശക്തിയും ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. നമ്മൾ എപ്പോഴും കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകണം. ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം ഇന്ത്യ മുഴുവൻ കലാപം നടക്കുമ്പോൾ പാണക്കാട് ശിഹാബ് തങ്ങളെടുത്ത സ്റ്റാൻഡ് എന്താ? അപ്പോൾ ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ലീഗ് വിട്ടുപോയ ഒരു കക്ഷി തോളത്ത് വെച്ചിട്ടാണ് ഈ CPM നമ്മളോട് സംസാരിക്കുന്നത്. ഏത്? ബാബറി മസ്ജിദ് തകർന്ന കാലത്ത് ലീഗ് തീവ്രമായ നിലപാടെടുത്തില്ല എന്ന് പരാതി പറഞ്ഞ് ലീഗ് സ്പ്ലിറ്റൊന്നും ഉണ്ടായില്ല, കുറച്ച് പേര് പോയിട്ടുണ്ടാക്കിയ ഒരു പാർട്ടി ഇവരുടെ തോളത്തിരിക്കുകയാണ്.